അള്ളാനെ കണ്ട നേതാവിന് ഹാഫ് ബെറ്ററായ ഭാര്യ സ്റ്റാറ്റസിലല്ല നെഞ്ചിൽ തന്നെ ഉണ്ട് കേട്ടോ. അത് മരണപ്പെട്ടാലും ഉണ്ട്. ഖദീജ ബീവി വഫാത്തായിട്ട് ഖദീജ ബീവിയുടെ ഇഷ്ടക്കാരികൾക്ക് ആടിനറുത്തിട്ട് സ്വതക്ക ചെയ്യുമായിരുന്നു. ആയിഷ ബീവിയൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ ആ പണ്ട് വഫാത്തായ ഒരാളിങ്ങനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിന് തങ്ങൾ പറഞ്ഞു, ഇന്നി റുസിഖ്തു ഹുബ്ബഹ, ഖദീജാനോടുള്ള പ്രേമം എന്റെ തലയിൽ കയറിപ്പോയി, അത് മാറ്റാൻ ആർക്കും കഴിയൂല. ഇഷ്ടം തന്നെ. ആയിഷ ബീവി ഒരു ദിവസം ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ ഒരു പാത്രം തട്ടിയപ്പോ പാത്രം വീണ് പൊട്ടിപ്പോയി. എന്താ സംഭവം എന്ന് വെച്ചാല് ആയിഷ ബീവിന്റെ വീട്ടിലാണ് ഉള്ളത്. ഈ ഹദീസ് നമുക്ക് പറഞ്ഞിരുന്നത് അനുസൃതിയൊന്നും. ആ സമയത്ത് വേറെ ഒരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഒരു തടിക്ക് ഫുഡ് കൊണ്ടുവന്നു. ആയിഷ ബീവി കാര്യമായിട്ട് ഫുഡ് കൊണ്ടുവരുമ്പോ കണ്ട് വേറൊരാളുടെ ഫുഡ് കൊണ്ടുവന്നിട്ട് അത് തട്ടി മാറ്റി, ആ പാത്രം വീണ് പൊട്ടി. അപ്പൊ തങ്ങൾ നിലപാടെന്താ സ്വീകരിച്ചെന്നറിയാം? അടുത്തുള്ള അടിമച്ചക്കനോട് ആദ്യം തങ്ങൾ പറഞ്ഞു, വാറത്ത് ഉമ്മക്കും ആയിഷ ഉമ്മ കുറച്ച് ചൂടിലേ ഉള്ളത്, നീ ഒന്നും ഉണ്ടണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. ഭാര്യനെ നെഞ്ചിൽ കൊണ്ട് നടന്ന നേതാവാ നമ്മളെ നേതാവ് മുത്ത് നബി. ഖൈറുക്കും ലി അഹ്ലി, തന്റെ സ്വന്തം ഭാര്യയോട് സ്വന്തം കുടുംബത്തോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവനാണ് ഏറ്റവും നല്ല മുഅ്മിൻ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു